ഹായ് ഓൾ, വെൽക്കം ടു സൈലം. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ട് ക്ലറിക്കൽ ലെവൽ പോസ്റ്റുകളെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ CHSL, അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ Tier 1 എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വർഷത്തെ എക്സാം പാറ്റേൺ എന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുക. സോ Tier 1 ഉണ്ട്, അത് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. ഓക്കെ, Tier 1 നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ Tier 2 എഴുതണം. സോ അതിലെ മാർക്കായിരിക്കും നമ്മുടെ സെലക്ഷനെ തീരുമാനിക്കുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, Tier 1 ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, എത്ര മാർക്കാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. സോ Tier 1 എക്സാം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 4 സബ്ജക്റ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, മാക്സിമം 50 മാർക്കാണ്. എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുക. രണ്ടാമത്തത് ജനറൽ ഇന്റലിജൻസ് ആണ്. അഗൈൻ 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്. സോ ഇൻ ടോട്ടൽ നമുക്ക് 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 200 മാർക്സ് ആണ്. അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? 1 hour ആണ് നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു റോങ് ആൻസറിന് 0.5 മാർക്ക് ഡിഡക്റ്റും ചെയ്യും. അതായത് 1/4 of 2 എന്നുള്ള രീതിയിൽ 0.5 മാർക്കായിരിക്കും ഒരു റോങ് ആൻസറിന് നമ്മുടെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. സോ Tier 1 എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഒരു ഫിൽട്രേഷൻ ആണ് അല്ലേ? ഇപ്പോൾ കുറേ പേര് അപ്ലൈ ചെയ്യും. അപ്പോൾ Tier 1 നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് അല്ലെങ്കിൽ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ Tier 2 എക്സാം എഴുതണം. സോ Tier 2 എക്സാമിലോട്ട് വരുമ്പോൾ നമുക്ക് ആക്ച്വലി 3 സെക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓരോ സെക്ഷനിലും 2 മൊഡ്യൂൾസ് വീതം ഉണ്ടാവും. സോ ഈ പറയുന്ന Tier 2 എക്സാം നമുക്ക് 3 സെക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അഗെയിൻ ഒരു സിംഗിൾ ഡേ തന്നെ 2 സെഷൻസ് ആയിട്ടായിരിക്കും നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോന്നും നോക്കാം. സോ Tier 2 എടുത്തു കഴിഞ്ഞാൽ അതിലെ സെഷൻ 1 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണുന്ന പോലെ തന്നെ 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതൊക്കെ സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ ഇവിടെ സെക്ഷൻ 1 2 മൊഡ്യൂൾസ് നമുക്കുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റീസ്, അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള റീസണിങ് ആൻഡ് ജനറൽ ഇന്റലിജൻസ്. ഓക്കെ, ഈച്ച് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് കാണാം 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാത്സ് 30 ചോദ്യം, റീസണിങ്ങും 30 ചോദ്യം. ബട്ട് ഇവിടെ ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ക്വസ്റ്റ്യൻ 60 ആണ്. ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഒരു 1 hour ഡ്യൂറേഷൻ്റെ എക്സാം ആണ്. ഓക്കെ അല്ലേ? സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സെക്ഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സെക്ഷൻ 2 വരുമ്പോൾ എഗെയിൻ 2 മൊഡ്യൂൾസ് ആണ് നമുക്ക് ഉണ്ടാവുക. മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് മൊഡ്യൂൾ 2 ആയിട്ടുള്ള ജനറൽ അവയർനെസ്. ഇവിടെ ഇംഗ്ലീഷിൽ നിന്ന് 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇംഗ്ലീഷിൽ നിന്ന് 40 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ GAയിൽ നിന്ന് 20 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. സോ സെക്ഷൻ 2 അഗെയിൻ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 60 തന്നെയാണ്. ഇവിടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 × 3 അഗെയിൻ 180 ആണ്. സെക്ഷൻ 2 നമുക്ക് 1 hour എന്നുള്ള ടൈം ഡ്യൂറേഷനാണ് കിട്ടുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി സെക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതും പിന്നീട് നമുക്കുള്ളത് സെക്ഷൻ 3 ഒരു മൊഡ്യൂൾ മാത്രമാണ്. മൊഡ്യൂൾ 1 ആയിട്ടുള്ള നമ്മുടെ കമ്പ്യൂട്ടർ നോളേജ് മൊഡ്യൂളാണ്. കമ്പ്യൂട്ടർ നോളേജ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 15 ചോദ്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. സോ ഇൻ ടോട്ടൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 15 × 3 45 ആണ്. സോ ഇവിടെ സെക്ഷൻ 3 മൊഡ്യൂൾ 1 നമുക്ക് 15 മിനിറ്റ്സ് ആണ് ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ സെക്ഷൻ 3 മൊഡ്യൂൾ 1, അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ളൊരു എക്സാം ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സെലക്ഷൻ തീരുമാനിക്കുന്നത് ഈ പറയുന്ന മൊഡ്യൂൾസ് ആണ് അല്ലെങ്കിൽ സെക്ഷൻസ് ആണ്. അതായത് സെക്ഷൻ 1 മാത്സും റീസണിങ്ങും, സെക്ഷൻ 2 ഇംഗ്ലീഷും GAയും ആയിരിക്കും. ബട്ട് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്കിവിടെ കാണാം, നമ്മൾ കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം. ആ കട്ട് ഓഫ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ബട്ട് അഗെയിൻ നമ്മുടെ സെലക്ഷൻ തീരുമാനിക്കുന്നത് ഈ പറയുന്ന സെക്ഷൻസ് ആണ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആണ്. സോ ഇവിടെയും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ ദർ വിൽ ബി എ നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ ഇൻ സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3. സോ എല്ലാത്തിലും നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. ബട്ട് അഗൈൻ ഒരു കാര്യം ആലോചിക്കാം, കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ എന്ന് പറയുന്നത്
ഒരു ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാം ആണ്. ഓക്കെ അല്ല? ബട്ട് അഗൈൻ അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവും. സോ അതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ്. ഓക്കെ അല്ലേ? ഇനി സെഷൻ 1 കഴിഞ്ഞാൽ സെഷൻ 2, അപ്പോൾ സെയിം ഡേ തന്നെ ആയിരിക്കും. സെഷൻ 2ലും നമുക്ക് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകൾക്കും ഓരോ രീതിയിലുണ്ട്. സോ പാർട്ട് എ ആണെങ്കിൽ 15 മിനിറ്റ്സ് ആണ്, പാർട്ട് ബി 15 മിനിറ്റ്സ് ആണ്, പാർട്ട് സിയിൽ വരുന്നത് 10 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ്. ഇവിടെയും സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്, മാൻഡേറ്ററി ആണ്. ബട്ട് അഗെയിൻ ക്വാളിഫയിങ് ഇൻ നേച്ചർ. അപ്പോൾ എന്തായാലും ക്വാളിഫൈ ചെയ്തേ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എക്സാം പാറ്റേൺ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കും ഈ രീതിയിലുള്ളൊരു ജോലി വേണം, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ്റിൽ നമുക്കും അങ്ങനെ ഒരു ജോലി വേണം. അപ്പോൾ നിങ്ങളുടെ ഉത്തരം വേണമെന്നാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു കുടക്കീഴിലായിട്ട് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ പഠിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് യെസ്, വി സൈലം. അപ്പോൾ സൈലം SSC CHSL ലെജൻഡ്സ് ബാച്ച് മാർച്ച് 19 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അഗൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒട്ടും വൈകിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി വേണം, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. സോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ വെറുതെ ജോയിൻ ചെയ്യുകയല്ല, എന്തിന് ജോയിൻ ചെയ്യണമെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവും എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ട്. ബിക്കോസ് വി ഹാവ് പ്രൂവ്ഡ് തിങ്സ്. യെസ്, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, സൈലം പ്രൂവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന എക്സാമുകളിലും നിങ്ങളായിരിക്കണം ഈ പറയുന്ന റിസൾട്ടുകൾ കാണിക്കേണ്ടത്. യെസ്, അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡു ജോയിൻ SSC CHSL ലെജൻഡ്സ് ബാച്ച്. ബൈ.